സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്ന് ഒച്ച വെക്കാൻ പോലും ആകാത്ത രൂപത്തിൽ ലോനപ്പ ചേട്ടൻ്റെ കൈയും കാലും വായും എല്ലാം കെട്ടി ഒരു റൂമിൽ അടച്ചിട്ടേക്കുന്നുണ്ട്. അതേസമയം കൺമണിയെ ആദരിക്കുന്ന ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃപമോളാണെങ്കിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, വെറും ഒരു ആദരിക്കൽ മാത്രമല്ല, ഇതിന് പിന്നിൽ മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ട്. കൃഷും കൺമണിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ചടങ്ങിൽ പറയുന്നു. അന്നേരം നമ്മുടെ മാനസയുടെ കൂട്ടുകാരിയാണെങ്കിൽ മാനസയോട് ചോദിക്കുന്നു, എന്താ നിൻ്റെ പ്ലാൻ? ഇവിടെ ഇപ്പം ചടങ്ങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗംഭീരമായിട്ടൊക്കെ നടക്കട്ടെ, അധികം താമസിക്കാതെ സർപ്രൈസ് ഇപ്പം പൊട്ടുമല്ലോ. അങ്ങനെ ആ സർപ്രൈസ് ബലരാമനും കൃപമോളും കൂടി പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ കൃഷാണെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് കൺമണിയെ പ്രപ്പോസ് ചെയ്യുന്നു. കൺമണിയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും മാത്രമല്ല കൺമണിയുടെ വിരലിലേക്ക് കൃഷി മോതിരം അണിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ കൺമണി അലികയിലെ വെറും ഒരു ഡിസൈനർ മാത്രമല്ല, എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് സാഗറും അനൗൺസ് ചെയ്യുന്നു. അതേസമയം കൺഗ്രാജുലേഷൻ പറയാനായിട്ട് മാനസ കൃഷിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം മാനസയും അനിരുദ്ധും വരുണും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ പദ്ധതി അങ്ങ് നടപ്പാക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നുള്ള ആ പാക്കറ്റ് ആണെങ്കിൽ കൃഷ് അറിയാതെ കൃഷിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് മിക്കവാറും നമ്മുടെ കൃഷ് മനസ്സിലാക്കി കാണും. കൺമണിയും അറിഞ്ഞിട്ടുണ്ട്. കൺമണിയാണെങ്കിൽ അമ്മായിയോടും ഗോകുലിനോടും പറയുന്നു, നമ്മൾ സംശയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. എന്താ മോളെന്ന് ചോദിക്കുമ്പം കൺമണി കണ്ട കാര്യം മിക്കവാറും പറയുമെന്ന് തോന്നുന്നു. അപ്പം വരുണാണെങ്കിൽ അനിരുദ്ധിനെ വിളിച്ച് പറയുന്നു, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരാൻ. അപ്പം അനിരുദ്ധും സംഘവും കൃഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതും പ്രൊമോയിൽ കാണിക്കുന്നു. അപ്പം പ്ലാൻ എല്ലാം ഓക്കെ ആണെന്ന് മാനസയും വരുണും കൈ കാണിക്കുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും മാനസയുടെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ നമ്മുടെ കൺമണിയും അമ്മായിയും ഗോകുലും തീരുമാനിക്കുന്ന സമയത്ത് മാനസയുടെ പ്ലാൻ പൊളിയിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. മിക്കവാറും ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് മാനസയുടെയോ അല്ലെങ്കിൽ വരുണിൻ്റെയോ കയ്യിൽ നിന്നായിരിക്കും. മാനസ ചടങ്ങിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ എന്തോ ഒരു കെണി വരാൻ പോകുന്നു എല്ലാവർക്കും ഒരു അലർട്ട് കിട്ടിയിരുന്നു. അതിനനുസരിച്ച് മുൻകൂട്ടി പ്രതിരോധം തീർത്തവർ എങ്ങനെയായിരിക്കും നമ്മുടെ മാനസയും വരുണിനെയും കൊടുക്കാൻ പോകുന്നേ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.